എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. കാൽപാദങ്ങൾ ഭംഗിയോടെ ഇരിക്കാനായിട്ട് ആയുർവേദത്തിലെ ചില പൊടിക്കൈകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും അവർക്കെങ്കിലും ഒരു ഉപകാരപ്രദമാവട്ടെ. കാല് കണ്ടാലറിയാം എത്ര വൃത്തിയുണ്ടെന്ന് പലരും പറയാറുണ്ട്. ചർമ്മം പോലെ തന്നെ പ്രധാനമാണ് കാലിൻ്റെ ഭംഗി. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ലല്ലോ എന്ന് ഓർത്ത് കാലിനെ അങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ കാലിൻ്റെ ഭംഗി വളരെ പ്രധാനമാണ്. കാലുകൾ വൃത്തിയായി സംരക്ഷിക്കുന്നത് ആത്മവിശ്വാസം കൂട്ടാൻ ഏറെ സഹായിക്കും. ഓരോരുത്തരുടെയും കാലിന് ഓരോ രീതിയായിരിക്കും. എന്നാൽ കൃത്യമായ പരിചരണം അതിനെ മനോഹരമാക്കാൻ ഏറെ സഹായിക്കും. കാലിൻ്റെ ഭംഗി കൂട്ടാൻ ആയുർവേദം പറയുന്ന ചില വഴികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദിവസവും കാലുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഏറെ പ്രാധാന്യമാണ്. അഴുക്കും മറ്റു ബാക്ടീരിയകളെല്ലാം ഇല്ലാതാക്കാൻ കാലുകൾ ദിവസവും ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുക. സോപ്പോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ക്ലെൻസറുകളോ ഇതിനോടൊപ്പം ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം കാലുകൾ പാറ്റ് ഡ്രൈ ചെയ്ത് എടുക്കുക. പ്രത്യേകിച്ച് വിരലുകൾക്കിടയിൽ വെള്ളം തുടച്ച് കളയാൻ ശ്രമിക്കണം. ഇതിനുശേഷം ഫൂട്ട് ക്രീമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഇട്ട് കാലുകൾ മസാജ് ചെയ്യുക. അടുത്ത കാലിൻ്റെ തിളക്കം കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായി വീട്ടിൽ ചെയ്യാവുന്ന ഒരു പാക്കാണിത്. കാലിൻ്റെ തിളക്കവും മൃദുത്വവും കൂട്ടാൻ ഇത് ഏറെ സഹായിക്കുന്നതാണ്. അതിന് വേണ്ടതായ കാര്യങ്ങളാണ് കടലമാവ്, ഗ്ലിസറിൻ, തൈര്, നാരങ്ങനീര് എന്നിവ ചേർത്ത് പേസ്റ്റ് തയ്യാറാക്കുക. ഇനി ഈ പാക്ക് കാലിൽ പുരട്ടിയ ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് കാൽ കഴുകി വൃത്തിയാക്കുക. ആഴ്ചയിൽ ഒരിക്കൽ കാലുകളിൽ എള്ളെണ്ണ പുരട്ടി തടവുന്നതും ഏറെ നല്ലതാണ്. ഇനി മഞ്ഞൾ ഉപയോഗിച്ചുള്ള ഒരു മാർഗമാണ്. അതായത് ചർമ്മ സൗന്ദര്യത്തിൽ മഞ്ഞളിനുള്ള പങ്ക് വളരെ വലുതാണ്. സ്ഥിരമായി മഞ്ഞൾ തേച്ച് കുളിക്കുന്നത് ധാരാളം ആളുകളുണ്ട്. ചർമ്മത്തിനെ മൊത്തത്തിൽ പുനരുജ്ജീവിപ്പിച്ചെടുക്കാനുള്ള കഴിവ് മഞ്ഞളിനുണ്ട്. ആയുർവേദത്തിൽ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. പ്രധാനമായും മുറിവ് ഉണക്കാനാണ് മഞ്ഞൾ ഉപയോഗിക്കുന്നത്. ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അണുബാധയെ ചെറുക്കാൻ ഏറെ സഹായിക്കുന്നു. കാലിൽ മികച്ചൊരു സ്ക്രബായി മഞ്ഞൾ ഉപയോഗിക്കാം. അല്പം പഞ്ചസാരയ്ക്കൊപ്പമോ അല്ലെങ്കിൽ ഓട്സിനൊപ്പമോ മഞ്ഞൾ ചേർത്ത് കാലിൽ മസാജ് ചെയ്യുന്നത് ഏറെ നല്ലതാണ്. ഇതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ്. അടുത്തത് ആര്യവേപ്പ് കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഔഷധ ഗുണമുള്ള കലവറയാണ് ആര്യവേപ്പ്. തണുപ്പ് കാലത്ത് കാലിൽ ഉണ്ടാകുന്ന പല അണുബാധകളെയും ചെറുക്കാൻ ആര്യവേപ്പ് സഹായിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് ആര്യവേപ്പ് ഫ്രൂട്ട് മാസ്ക്. അല്പം ആര്യവേപ്പ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക. വെള്ളത്തിൻ്റെ നിറം മാറി വരുമ്പോൾ അത് ഓഫാക്കി മാറ്റുക. ഇനി ഈ വെള്ളം തണുത്തതിന് ശേഷം കാലുകൾ അതിൽ മുക്കി വയ്ക്കുക. ഇത് 20 മിനിറ്റോളം ഇങ്ങനെ ചെയ്യുന്നത് കാലിന് പല ഗുണങ്ങളും നൽകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ശ്രമിച്ചിട്ട് കാൽപാദങ്ങൾ നല്ല സുന്ദരമായിരിക്കാനായിട്ട് ശ്രമിക്കുക.